നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഐശ്വര്യപൂർണമായ ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ ചുവടുവെക്കാൻ പോവുകയാണ്. ആഘോഷങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഉത്സവമാണ് ക്രിസ്തുമസ്. ക്രിസ്മസ് മാത്രമല്ല, പുതുവർഷം പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു പുതുവർഷം. അപ്പോൾ ഈ ഒരു സുപ്രധാന വേളയിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രമാണുള്ളത്: ഈ വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ആർക്കാണ് അടിക്കുന്നതെന്ന്. ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ആ ഭാഗ്യവതി ആരാണ് എന്നത്. ലോട്ടറി എന്നത് കേവലം ഒരു ഭാഗ്യപരീക്ഷണം മാത്രമല്ല, അത് പല മനുഷ്യരുടെയും സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരം കൂടിയാണ്. എന്നാൽ ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ഒരാൾക്ക് കൃത്യമായി ലോട്ടറി അടിക്കുമെന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ഉത്തരം പറയാനുള്ളത്. പക്ഷേ നമ്മളുടെ ഗ്രഹനിലയിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഭാഗ്യദാതാവായ ദേവഗുരു വ്യാഴത്തിന്റെ സഞ്ചാരം നമുക്ക് അനുകൂലമാണോ എന്ന് നോക്കി നമ്മുടെ ജാതകത്തിൽ നിന്ന് ഭാഗ്യകാലം എപ്പോഴാണെന്ന് ഒരു ജ്യോതിഷി നിമിത്തം നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കും. അത് സത്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ക്രിസ്മസ് ബമ്പറും തുടർന്ന് വരുന്ന 2026 വർഷവും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന 8 നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇപ്പൊ കേവലം ഒരു ടിക്കറ്റ് എടുത്താൽ പോലും ഭാഗ്യം തേടിയെത്താനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളവരാണ്. ഒരു അപൂർവ ഗ്രഹസ്ഥിതിയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഭാഗ്യ നമ്പറുകൾ ഏതാണെന്നുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ഒന്ന് വിശദമാക്കാനായി പോകുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രമായിട്ട് ഭാഗ്യം ലഭിക്കുന്നത് എന്ന്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരമുള്ള ഗോചരഫലം. 2, നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളും നിങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോസിറ്റീവ് എനർജിയുമാണ് ഇതിന്റെ കാരണം. 2026 നമ്മൾ പ്രവേശിക്കുന്ന വേളയിൽ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കടകം രാശിയിലേക്ക് മാറുന്ന സവിശേഷമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് ചില നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം പോലെയുള്ള മഹാഭാഗ്യ യോഗങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇനി ഈ വീഡിയോയിൽ പറയുന്നതായ ഭാഗ്യ നമ്പറുകൾ ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ നക്ഷത്ര ഊർജവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് വെറുതെ ഒരു ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലായി വിജയസാധ്യത രൂപത്തിൽ വർദ്ധിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില രഹസ്യങ്ങളുണ്ട്. ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ കൂടി സജ്ജമായിരിക്കണം, അല്ലെങ്കിൽ തയ്യാറായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന ചിന്തയോടുകൂടി, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഭാഗ്യം വിധിച്ചിട്ടില്ല എന്നൊരു ചിന്തയോടുകൂടി ഒന്നും ടിക്കറ്റ് എടുക്കാൻ പോകാതിരിക്കുക. അങ്ങനെ പോകുന്നവരാ, അതായത് എന്റെ സമയം തെളിഞ്ഞു, എന്റെ ജീവിതം ഇനി വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഒരു ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എടുക്കുവാനായിട്ട്. അപ്പോൾ ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും പ്രധാനം ഗ്രഹദോഷങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ ലോട്ടറി എടുക്കുമ്പോൾ അതിൽ വിജയസാധ്യത നമുക്ക് കൂടുതലായി വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു നവഗ്രഹ പൂജയോ അതല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം പ്രാപ്തമാകുന്നതിന് സാധിക്കും. ഇനി ഈ രാഹുകാലം പോലെയുള്ള അശുഭ സമയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഉദയസന്ധ്യയിലോ അല്ലെങ്കിൽ സായം സന്ധ്യയിലോ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എപ്പോഴെങ്കിലും പോയി എടുക്കുന്നതിനേക്കാൾ ഈ ഒരു സമയ ക്രമീകരണം വെക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലായി ലഭിക്കുന്നതിന് സഹായിക്കും. ഇനി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയതിനു ശേഷം ലഭിക്കുന്ന പ്രസാദവുമായി പോയി ടിക്കറ്റ് എടുക്കുന്നതും ഏറ്റവും അധികം ഉത്തമമാണ്. ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ടിക്കറ്റ് ഇങ്ങനെ വിൽക്കുന്ന ആളുകൾ നമ്മൾ ധാരാളം കാണാറുണ്ട്. അങ്ങനെ എടുക്കുന്നവരും ഉണ്ട്. അത് ഭൂരിഭാഗം ആളുകൾക്കും അടിക്കാറുണ്ട്. കാരണം എന്തെന്നാൽ അവിടുന്ന് ഒരു ദൈവിക ചൈതന്യവുമായിട്ടാണ് നമ്മൾ വന്ന് ഈ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു വലിയ തുക തന്നെ അതിലൂടെ ഫലമായി വന്നു ചേരും. ഇനി നമ്മൾ ആ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളതിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ്. ഭാഗ്യ നക്ഷത്രമാണ് രോഹിണി. ചന്ദ്രന്റെ പ്രിയ നക്ഷത്രം കൂടിയാണ് രോഹിണി. അപ്പോൾ 2026 പുതുവർഷത്തിൽ വ്യാഴം 2ാം ഭാവത്തിലും
മൂന്നാം ഭാവത്തിലും. അപ്പോൾ ഇവിടെ ഒരു മാറ്റത്തിന്റെ സമയം ഇവർക്ക് വന്നു കഴിഞ്ഞു. അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ. ഇനിയൊരു മാറ്റമില്ലാതിരിക്കാൻ തരമില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം എന്ന് തന്നെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന സമയമാണ്. ധനസ്ഥാനത്ത് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതിനാൽ തന്നെ അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനം വന്നു ചേരണമെന്നാണ്. അപ്പോൾ ലോട്ടറി ഒരു അപ്രതീക്ഷിത സ്രോതസ്സാണ്, ചിട്ടി അങ്ങനെയാണ്. പിന്നെ നറുക്കെടുപ്പുകളിലുള്ള വിജയം, അതൊക്കെ ഒരു അപ്രതീക്ഷിത സ്രോതസ് എന്ന് പറയാനുള്ളതാണ്. കാരണം ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ലോട്ടറി എടുക്കുന്നത്, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യവാൻ. അപ്പോൾ അതൊരു അപ്രതീക്ഷിതമായ സ്രോതസ്സാണ്, അതുവഴി ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നമ്പർ കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ അവസാന അക്കങ്ങൾ 24, 24 അല്ലെങ്കിൽ 6, 0 ഇതൊക്കെ ആയിരുന്നു 60 എന്ന് അങ്ങനെയുള്ള അവസാന നമ്പറുകൾ നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റവും ഉത്തമമാണ്. കൂടാതെ ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിച്ചതിന് ശേഷം ലോട്ടറി എടുക്കാൻ രോഹിണി നക്ഷത്രക്കാർ പോവുകയാണെങ്കിൽ അതുവഴിയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും. ഇനി രണ്ടാമത്തെ നക്ഷത്രം മകമാണ്. പിതൃക്കളുടെ അനുഗ്രഹം കൂടുതലായുള്ള ഒരു നക്ഷത്രമാണ് മകം. അതുകൊണ്ട് തന്നെ കേതുവിന്റെ കഠിനമായ സ്വാധീനത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്ന വർഷം കൂടിയാണ് 2026 എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തടസ്സപ്പെട്ട് കിടന്ന എല്ലാ ഭാഗ്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നതാണ് അതിന്റെ ഒരു കണക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അവസാന അക്കങ്ങൾ 15 അല്ലെങ്കിൽ 51 എന്നിങ്ങനെ വരുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു ഗണപതി ഹോമ വഴിപാടൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഫലം നിങ്ങൾക്ക് വന്നു ചേരും. ഇനി മൂന്നാമത് നക്ഷത്രം ചിത്തിരയാണ്. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതിനാൽ തന്നെ കർമ്മമേഖലയിൽ പുതിയ വിവരങ്ങളൊക്കെ കീഴടക്കാൻ ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്ന് സമ്പത്ത് വന്നു ചേരാനും ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പർ 1, 9, 3, 6 എന്നിങ്ങനെയുള്ള ഭാഗ്യ നമ്പർ, അവസാനം 19, 36 എന്നിങ്ങനെ നമ്പറുകൾ വരുന്ന ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഭാഗ്യത്തിൻ്റെതായ ഒരു ആനുകൂല്യം നിങ്ങൾക്കുണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് പോയി ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ധനം നിങ്ങൾക്ക് ലഭിക്കും. അതും വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ, അതുകൂടി മനസ്സിലാക്കുക. നാലാമത്തെ നക്ഷത്രം അനിഴമാണ്. ശനി ഭഗവാന്റെ നക്ഷത്രമായ അനിഴത്തിന് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി വലിയൊരു അനുഗ്രഹമായി മാറുന്ന വർഷം കൂടിയാണ് 2026. അതുകൊണ്ട് തന്നെ ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഭാഗ്യം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടം വന്നു ചേരേണ്ട സമയം. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കേണ്ടതായ അവസാന നമ്പർ 27 അല്ലെങ്കിൽ 81 ഇതൊക്കെ നോക്കിയെടുത്താൽ അതിൽ നിന്ന് ഭാഗ്യം കടാക്ഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രം ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. ഇനി അഞ്ചാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. അപ്പോൾ സൂര്യന്റെ നക്ഷത്രം കൂടിയാണ് ഉത്രാടം. അപ്പോൾ വ്യാഴത്തിന്റെ ഒരു അനുകൂലം കൂടി ഇവിടെ വരുന്നതിനാൽ 2026 രാജയോഗ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരണം എന്നതാണ്. അപ്പോൾ ഭാഗ്യം തേടി നിങ്ങൾ പോകേണ്ടതല്ല, നിങ്ങളെ തേടി ഭാഗ്യം വന്നുകൊള്ളും എന്നതാണ് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ലോട്ടറി എടുക്കുമ്പോൾ അവസാന അക്കമായിട്ട് 11, 47 എന്നിങ്ങനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ്. നിങ്ങൾ ആത്മവിശ്വാസം, ധൈര്യം എന്നിവ വർദ്ധിക്കുന്നതിന് ഭഗവാൻ ആദിത്യനെ, അതായത് സൂര്യനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി ആറാമത്തെ നക്ഷത്രം ചതയമാണ്. രാഹുവിന്റെ സ്വാധീനം ഗുണകരമായി മാറുന്ന അപൂർവമായ ഒരു സാഹചര്യമാണ് ചതയം നക്ഷത്രക്കാർക്ക് പുതുവർഷം വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം പൂർവ്വ പുണ്യ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഭാഗ്യ നമ്പറായിട്ട് 33, 69 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുതരുന്നതാണ്. സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ചതിന് ശേഷം, സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങൾ പോയി ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ലാസ്റ്റ് 3, 3, 6, 9 എന്നിങ്ങനെ സംഖ്യകൾ വന്ന് അവസാനിക്കുന്ന ആ ഒരു ടിക്കറ്റ് എടുക്കുന്നത് ഗുണം ചെയ്യുന്നു. ഇനി ഏഴാമത്തെ നക്ഷത്രം രേവതിയാണ്. ബുധന്റെ നക്ഷത്രമാണ് രേവതി. അപ്പോൾ വ്യാഴത്തിന്റെ ഒരു ഗോചര ഫലം സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന വർഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മുടങ്ങിപ്പോയ വലിയ പല കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഭാഗ്യ നമ്പറായി വരുന്ന ടിക്കറ്റ് എടുക്കുമ്പോൾ 0, 2 അതല്ലെങ്കിൽ 2, 0 എന്നിങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നതിന് സഹായിക്കും. നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പോയി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഫലം ഉണ്ടാകുന്നതാണ്. ഇനി എട്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പുണർദമാണ്. വ്യാഴത്തിന്റെ സ്വന്തം നക്ഷത്രമായ പുണർദത്തിന് സ്വന്തം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഗജകേസരി യോഗ ഫലങ്ങളാണ് 2026 പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഭാഗ്യം നിങ്ങളെ തേടി വരേണ്ട സമയമാണ്. ഭാഗ്യ നമ്പറുകളായി 1, 8, 5, 4 എന്നീ നമ്പറുകൾ നിങ്ങൾക്ക് അവസാനമായി വരുന്നതാണ്.
നിങ്ങൾ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം പോയി ടിക്കറ്റ് എടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലായി കടാക്ഷിക്കുന്നതിന് സഹായകമാകും. ഏവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്തത് ശാസ്ത്രീയമായ ചില നിഗമനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്, ദൈവികത അല്ലെങ്കിൽ ഭഗവാൻ, ചൈതന്യം. ലോട്ടറി എന്ന അനേകം പേരുടെ സ്വപ്നമാണ്, ഒരു വ്യക്തിയുടെ മാത്രമല്ല. അതുകൊണ്ട് തന്നെ അമിതമായി ഇതിലേക്ക് പണം ഇറക്കുന്നതിനോട് അങ്ങനെ യോജിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അത് അമിതമായി ഇതിലേക്ക് പണം കളയുന്ന ഒരു പ്രവണത അത്ര നല്ലതല്ല. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുക കൊണ്ട് മാത്രം ഭാഗ്യത്തെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ലോട്ടറി അടിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഭാഗ്യത്തിനാണ് പിന്തുണയുള്ളത്, അല്ലെങ്കിൽ ഭാഗ്യ സ്ഥാനമാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഒരു ലോട്ടറി എടുക്കണമെന്ന ആഗ്രഹവുമായി വെറുതെ അങ്ങ് പോയാൽ പോരാ. ആ ലോട്ടറിയിൽ നിന്ന് എനിക്ക് ധനം ഉണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി, സന്തോഷമായ മനസ്സോടുകൂടി പോയാൽ മാത്രമേ അതിൽ നിന്ന് ചെറുതോ വലുതോ ഒരു തുക നിങ്ങൾക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാർക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒരു വലിയ ഭാഗ്യത്തിന്റെ വാതിലാണ് തുറക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ക്ഷേത്രങ്ങളിലേക്ക് പോവുക. ഒന്ന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞ് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ദൈവത്തിന്റെ കടാക്ഷം നിങ്ങൾക്ക് ലോട്ടറിയുടെ ഭാവത്തിൽ വന്നു ചേരുന്നതിന് വളരെയധികം അനുകൂലമായ സമയമാണ്. നിങ്ങളും പ്രവർത്തിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക.